മൊണാലിസ ഈ പേര് നമ്മൾക്ക് ചിരപരിചിതമാണ്. മൊണാലിസയുടെ ചിത്രങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് ആ മൊണാലിസയെ പറ്റിയല്ല. മഹാകുംഭമേളയുടെ പ്രശസ്തി ആർജിച്ച മൊണാലിസ എന്ന ഒരു പെൺകുട്ടിയെ പറ്റിയാണ്. ആ പെൺകുട്ടിയുടെ മൊണാലിസ ഭോസ്ലെ എന്ന പെൺകുട്ടിയുടെ വിവാഹം ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു വന്നു. ഈ കേരളത്തിൽ വന്ന ഫർമാൻ ഖാൻ എന്ന യുവാവുമായി വിവാഹം ചെയ്ത മൊണാലിസ 18 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എന്നറിഞ്ഞത് പിന്നീടാണ്. അതോടുകൂടി അതിന് ഒരു നിയമപരമായിട്ടുള്ള മാനവും വന്നു. പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ അവർ വിവാഹം കഴിച്ചത്? ഇനി രജിസ്റ്റർ ഓഫീസിൽ തട്ടിപ്പ് നടത്തിയാണ് വിവാഹം കഴിച്ചതെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയ ഒരു വിവാഹം എങ്ങനെ കുറ്റകൃത്യമാവും? പലപ്പോഴും നാം അറിയാതെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇവിടെയാണ് പോക്സോ ആക്റ്റിലെ വകുപ്പുകൾ നിങ്ങൾ അറിയേണ്ടത്. ഈ നിയമപ്രകാരം 18 വയസ്സ് താഴെയുള്ള ആരും, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അത് കുട്ടി എന്ന നിർവചനത്തിലാണ് വരുന്നത്. അവരുടെ മാനസികമായിട്ടുള്ള സമ്മതം 18 വയസ്സിന് മുമ്പ് കിട്ടിയതാണെങ്കിൽ പോലും നിയമപരമായിട്ട് ആ സമ്മതത്തിന് യാതൊരുവിധ വാലിഡിറ്റിയും ഇല്ല എന്ന് അറിയുക. അതായത് 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുകയോ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നിയമപരമായ കുറ്റകൃത്യമാണ് എന്നറിയുക. പ്രണയമല്ലേ, പിള്ളാരല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിയമപരമായിട്ട് വിവാഹം കഴിക്കുവാനായിട്ട് ഇന്ത്യയിൽ അനുവദിച്ചിരിക്കുന്ന പ്രായമെന്ന് പറയുക 18 വയസ്സാണ്. ഇനി ചില വ്യക്തി നിയമങ്ങൾ അതിൽ താഴെ അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും പോക്സോ ആക്ടിൻ്റെ 42-ാം വകുപ്പ് പറയുന്ന പ്രകാരം മറ്റ് ഏതു നിയമത്തിൽ എന്തു പറഞ്ഞാലും ശരി, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അത് ലൈംഗികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകൃത്യമാണ് എന്ന് തന്നെ പറയുന്നു. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അത് ശേഖരിച്ച് വെക്കുന്നത്, അത് കച്ചവടത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓർക്കുക, നമ്മുടെ മൊബൈലിൽ 18 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയുടെ നഗ്ന ചിത്രമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡീസൻ്റായി, ആ വേർഡാണ് നിയമത്തിൽ ഉപയോഗിക്കുക, ഇൻഡീസൻ്റായിട്ട് മോശകരമായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നു എന്നറിയുക. അത് സൂക്ഷിച്ചു വെക്കുന്നത്, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചു വെക്കുന്നത്, അത് കുറ്റകൃത്യമാണ്. ഇനി മറ്റൊരാൾക്ക് നിങ്ങളത് അയച്ചു കൊടുത്തെങ്കിലോ ആ കുറ്റകൃത്യത്തിൻ്റെ തോത് കൂടും എന്നും അറിയുക. ഇനി പൈസയ്ക്കാണ് ഇങ്ങനെയുള്ളൊരു ചിത്രം എടുക്കുന്നതെങ്കിലോ അതും വളരെ വലിയ ഒരു കുറ്റകൃത്യമായിട്ട് മാറും. അതെ, മാധ്യമങ്ങൾ അത് പരസ്യചിത്രത്തിലാണെങ്കിലും കുട്ടികളുടെ ചിത്രങ്ങൾ നഗ്നത പ്രദർശിപ്പിക്കുന്നത്, ഇൻഡീസൻ്റായിട്ട് കുട്ടികളെ ചിത്രീകരിക്കുന്നത്, അത് കുറ്റകരമാണ്. മറ്റൊന്നാണ് കുട്ടികളുടെ പേരുകൾ കുറ്റകൃത്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളിലെ വിക്ടിമുകളുടെ പേരുകൾ പുറത്തു പറയാതിരിക്കുന്നത് മാധ്യമങ്ങളുടെ ദൗത്യമാണ് എന്നറിയുക. ഇത്ര സ്ട്രിക്റ്റായിട്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുക. അപ്പോൾ കുട്ടികളുടെ സമ്മതം, അവരുടെ സമ്മതപ്രകാരമാണ് ഞാൻ ആ ചിത്രമെടുത്തത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സമ്മതപ്രകാരമാണ് ഞാൻ ആ വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞ കാര്യമില്ല. അവളുടെ സമ്മതപ്രകാരമാണ് ഞാനൊന്ന് ദേഹത്ത് തൊട്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ എന്ന് പറയുക നാടിൻ്റെ സമ്പത്താണ്. അവരെ സംരക്ഷിക്കുവാനായിട്ട് നിയമങ്ങൾ ആണ് ഉള്ളത്. 18 വയസ്സെന്ന് പറയുന്നത് അവർക്ക് സ്വയമേ തീരുമാനമെടുക്കുവാനായിട്ടുള്ളൊരു പ്രായമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റായി എന്ന് വരാം. അതുകൊണ്ട് തന്നെ നിയമം അവർക്ക് ഒരു പ്രത്യേക സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ആ സംരക്ഷണം അവരെ എന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പ്രണയം നല്ലതാണ്, പക്ഷേ ആ പ്രണയം നിങ്ങളെ ഒരു കുറ്റവാളിയാക്കാതിരിക്കട്ടെ.